എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും ട്രിക്ടേണിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ ഒരു ക്ലാസ് മുതൽ സിമ്പിൾ ഇൻട്രസ്റ്റ്, സാധാരണ പലിശ എന്ന ടോപ്പിക്ക് പഠിച്ചു തുടങ്ങുകയാണ്. സാധാരണ പലിശ കൃത്യമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ബേസ് മുതൽ ഹയർ ലെവൽ വരെയുള്ള ചോദ്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈ ഒരു ക്ലാസ് മുതൽ കണ്ടു തുടങ്ങാവുന്നതാണ്, ഇവിടെ കൂടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സാധാരണ പലിശ ടോപ്പിക്ക് തീരുമ്പോഴത്തേക്കിന് ഇതിൻ്റെ കംപ്ലീറ്റ് കൺസെപ്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കും. ഏതൊരു രീതിയിലുള്ള ചോദ്യങ്ങളായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിരിക്കും. ബേസ് മുതൽ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു. രണ്ട് കാര്യങ്ങൾ ഞാൻ അതിനു മുമ്പേ പറഞ്ഞോട്ടെ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക്, കൂട്ടുപലിശ എന്ന് പറയുന്ന ടോപ്പിക്ക് ഡീറ്റെയിൽ ആയി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഉണ്ട്, പ്രയോജനപ്പെടുത്താം. രണ്ടാമത്തെ കാര്യം, ആദ്യത്തെ കുറച്ച് സമയം എന്താണ് സാധാരണ പലിശ, സാധാരണ പലിശയുടെ കൺസെപ്റ്റ് എന്താണ് എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയി നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അത് കൃത്യമായി നിങ്ങൾ നോട്ടാക്കണം, കൃത്യമായി മനസ്സിലാക്കണം. വീഡിയോ ആണ്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറകോട്ടൊക്കെ പോയി കറക്റ്റായിട്ട് അത് പഠിച്ചു പോകണം. മുമ്പോട്ടുള്ള ക്ലാസ്സുകളിൽ അത് ഉറപ്പായിട്ടും പ്രയോജനം ചെയ്യും. പിന്നെ എന്നും പറയുന്ന കാര്യം, എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ തീർച്ചയായും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം, ട്രിക്ടേണിൻ്റെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെയും ഇല്ല എങ്കിൽ കൃത്യമായി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് വരാൻ പോകുന്ന കുറേ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ നമ്മൾ അതിൽ ചെയ്യുന്നുണ്ട്. ആ ടെലിഗ്രാം ചാനലിൽ മാക്സിമം ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിൽ പോയിട്ട് ട്രിക്ടേൺ എന്ന് TRIG സ്പേസ് ഇട്ട് TURN എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ആ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലിൽ കിട്ടും. ഇനി അതുമല്ല, നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ കുഞ്ഞുങ്ങളെ, എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്? മലയാളത്തിൽ അവരെ സാധാരണ പലിശ എന്ന് പറയും. അതെന്താണെന്ന് ഞാൻ ജസ്റ്റ് ചുമ്മാ അതൊന്ന് പറയാം. ഇപ്പോൾ നമ്മളെല്ലാവരും, നമ്മളൊരാൾ 1000 രൂപ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു. 1000 രൂപ 10% പലിശ നിരക്ക് എന്നിരിക്കട്ടെ. ഇതൊരു 3 വർഷത്തേക്കിനാണ് നമ്മൾ വായ്പ എടുത്തത് എന്നും ഇരിക്കട്ടെ. അപ്പോൾ ആദ്യത്തെ വർഷം 1000 രൂപയ്ക്ക് 10% നമുക്ക് പലിശയാവും. 1000 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം 100 രൂപ. അടുത്ത വർഷവും രണ്ടാമത്തെ വർഷവും 1000 രൂപയ്ക്ക് 10% പലിശയാവും. 1000 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം 100 രൂപ. അതിൻ്റെ അടുത്ത വർഷവും 1000 രൂപയ്ക്ക് 10% പലിശയാവും, വീണ്ടും 100 രൂപ. അങ്ങനെ 3 കൊല്ലം കഴിയുമ്പോൾ മക്കളെ പലിശ ഇനത്തിൽ 300 രൂപയാവും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അതായത് എല്ലാ വർഷവും ഒരേ മുതലും ഒരേ പലിശയുമായിരിക്കും ഈ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ അകത്ത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, എല്ലാ വർഷവും മുതൽ 1000 എല്ലാ വർഷവും 100 വെച്ചാണ് പലിശ. ഇങ്ങനെ പോകുന്നതിനെയാണ് സാധാരണ പലിശ അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതിൽ എല്ലാ വർഷവും മുതലും പലിശയും കൂടും. പലിശ എടുത്ത് മുതലിൻ്റെ കൂടെ കൂട്ടും. അടുത്ത വർഷം ആ മുതലാണ് പോകുന്നത്. അതിൻ്റെ അടുത്ത വർഷം വീണ്ടും പലിശ എടുത്ത് മുതലിൻ്റെ കൂടെ കൂട്ടും. അങ്ങനെ മുതൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, പലിശയും മാറും. ഇവിടെ എല്ലാ വർഷവും ഒരേ മുതലും ഒരേ പലിശയുമാണ്. ഇങ്ങനെ പോകുന്നതിനെയാണ്, ഇങ്ങനെ സിമ്പിളായി പോകുന്നതിനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സാധാരണ പലിശ എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട കാര്യം, സാധാരണ പലിശ എല്ലാ കൊല്ലവും സെയിം. അപ്പോൾ നിങ്ങളോട് ഒരാൾ പറയുക, എടാ 3 വർഷം കൊണ്ട് എനിക്ക് 600 രൂപ പലിശ കിട്ടി എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോണം 1 വർഷത്തെ പലിശ എന്ന് പറയുന്നത് 200 രൂപയാണ്. അതെങ്ങനെ 200 വന്നേ? എല്ലാ കൊല്ലവും പലിശ സെയിമാ. 3 വർഷം കൊണ്ടാണ് എനിക്ക് 600 കിട്ടിയേ.
അപ്പോൾ ഒരു കൊല്ലം 600/3 200, അടുത്ത കൊല്ലവും 200, അതിൻ്റെ അടുത്ത കൊല്ലവും 200, അങ്ങനെ 200 200 200 വെച്ച് 600. അപ്പൊ നിങ്ങളോട് ഒരാൾ പറയാ, എടാ 4 കൊല്ലം കൊണ്ട് എനിക്ക് 100 രൂപ പലിശ കിട്ടി, സാധാരണ പലിശ 100 രൂപ പലിശ കിട്ടി. അപ്പോഴേ ഉറപ്പിച്ചോണം ഒരു കൊല്ലത്തെ പലിശ 100/4 25 രൂപ. കാര്യം 4 കൊല്ലം കൊണ്ടാണ് ഇവന് 100 കിട്ടുക. സാധാരണ പലിശ എല്ലാ വർഷവും ഒന്ന് തന്നെയാണ്. അപ്പൊ ഒരു വർഷത്തിൽ എത്ര കിട്ടിയെന്ന് ചോദിച്ചാ 4 കൊല്ലം കൊണ്ട് 100, ഒരു കൊല്ലം കൊണ്ട് 100/4 25, 25 50 75 100. ഞാൻ ജസ്റ്റ് ഒരു ബേസിക്സ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ എല്ലാം മൈൻഡിലുണ്ടാവണം, സാധാരണ പലിശ കാണുമ്പോൾ മുതൽ എപ്പോഴും സെയിം ആയിരിക്കും, പലിശ എല്ലാ കൊല്ലവും ഒന്ന് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, നമുക്ക് പണ്ട് മുതലേ ഈ പലിശ എന്ന് പറയുമ്പോൾ മുതലേ നമ്മളുടെ മനസ്സിലുള്ള ഒരു ഇക്വേഷൻ ആണ് I = PNR / 100. പണ്ട് മുതലേ നമുക്കറിയാം ഈ ഇക്വേഷൻ. മക്കളെ, ഞാൻ ഇനി ഒരു 2-3 മിനിറ്റ് കുറച്ച് കാര്യങ്ങൾ പറയും, നല്ലവണ്ണം ശ്രദ്ധിച്ചിരിക്കണം. ഈ ഇക്വേഷൻ നിങ്ങളുടെ മൈൻഡിൽ, ഒരുമാതിരിപ്പെട്ടവരുടെ എല്ലാം മൈൻഡിലുണ്ട്. ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇക്വേഷൻ ഇല്ലാതെയും നമ്മൾ ചെയ്യുന്ന മെത്തേഡ്, ഒരു കൺസെപ്റ്റ് വെച്ചും നമ്മൾ ചെയ്യും. പക്ഷെ ചില ക്വസ്റ്റ്യനുകളിലൊക്കെ ഈ ഇക്വേഷൻ അറിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ I = PNR / 100. ഒന്നുകൂടെ പറഞ്ഞേ, ചുമ്മാ റഫ് പേപ്പർ എടുത്ത് എഴുതി നോക്കിക്കേ. I = PNR / 100. അപ്പൊ ഇവിടെ I എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, സാധാരണ പലിശ. P എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മുതൽ, ഇംഗ്ലീഷിൽ പ്രിൻസിപ്പിൾ എന്ന് പറയും. നമ്മൾ എത്ര രൂപയാണോ ബാങ്കിൽ ഇടുന്നത്, അല്ലെങ്കിൽ നമ്മൾ വായ്പ എടുക്കുന്ന പൈസ മുതൽ എത്രയാണോ അത് പ്രിൻസിപ്പൽ, P. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്, വർഷങ്ങളുടെ എണ്ണം, വർഷം. R എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോ എന്നെ കാണുന്നവരൊന്ന് റഫ് പേപ്പറായിട്ട് എഴുതി വെക്കുക. I = PNR / 100. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ബേസിക് ഫോർമുല I = PNR / 100. P എന്ന് പറഞ്ഞാൽ മുതൽ, N എന്ന് പറഞ്ഞാൽ വർഷം, R എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക്, ഇംഗ്ലീഷിൽ I ഇൻട്രസ്റ്റ്, P പ്രിൻസിപ്പൽ, N നമ്പർ ഓഫ് ഇയേഴ്സ്, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സെറ്റ്. അപ്പോ ശ്രദ്ധിക്കുക, I = നമുക്കെല്ലാവർക്കും അറിയാം PNR / 100. പഠിച്ചേ. ഇനി ആ ഇക്വേഷൻ നമുക്കൊന്ന് ക്രോസ് ചെയ്ത് നോക്കാം. വെറുതെ നിങ്ങളും ചുമ്മാ ഒന്ന് ക്രോസ് ചെയ്യണേ. ഇങ്ങോട്ടൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മനസ്സിലാവും 100 × I = PNR. എന്തുകൊണ്ടാ? ഇവിടെ 100 മൾട്ടിപ്പിൾ ആവും, ഇവിടെ ആരുമില്ല, അതുകൊണ്ട് PNR തന്നെ, 1 തന്നെ, PNR. ഇനി നമുക്ക് ഈ പിയുടെ വില കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 100 × I, ഈ N-ഉം R-ഉം താഴെ, NR. കണ്ടോ? ഇനി നമുക്ക് ഈ R-ന്റെ വില കാണണം എന്നിരിക്കട്ടെ. 100 × I ഇപ്പുറത്തുണ്ട്, ഇവിടോട്ട് ഈ P-നെ N-നെയും കൂടെ വിട്ട് നമുക്ക് പറയാം PN. ഇനി നമുക്ക് ഈ N-ന്റെ വില കാണണമെന്നിരിക്കട്ടെ. 100 × I മേളിലോട്ട് എഴുതി, എന്നിട്ട് ബാക്കി ഈ P-യും R-ഉം താഴോട്ട് വിട്ടു, PR. അപ്പൊ എഴുതിയത് നമുക്ക് ഒന്നുകൂടെ എഴുതി നോക്കാം. ബേസിക് ഇക്വേഷൻ മക്കളെ, I = PNR / 100. ഇത് ക്രോസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും 100 × I = PNR അല്ലേ? അങ്ങനെയാണ് P കാണണം. 100 × I ഇപ്പുറത്തുണ്ട്, ബാക്കി N-ഉം R-ഉം താഴോട്ട് വന്നു, NR. അങ്ങനെയാണ് N കാണണം. 100 × I ഇവിടെയുണ്ട്, ബാക്കിയുള്ള P-യും R-ഉം ഇപ്പുറത്തേക്ക് വന്നു, PR. അങ്ങനെയാണ് R കാണണം. 100 × I ബാക്കിയുള്ള P-യും N-ഉം ഇവിടോട്ട് വന്നു, PN. അപ്പൊ മക്കളെ, ഇത്ര നമ്മൾ ചെയ്തപ്പോ നമുക്ക് എന്തും മനസ്സിലായി. I = PNR / 100. ബാക്കി
ഇവിടുന്ന് എന്ത് സാധനത്തിൻ്റെയും ഇക്വേഷൻ ഒപ്പിക്കാം. 100 ഇൻറ്റു ഐ എന്ന് മേളിൽ കൊടുത്താൽ മതി. ബാക്കി ഏതൊക്കെ ഉണ്ടോ അത് അടിയിൽ. ഇവിടെ തന്നെ നോക്ക്, 100 ഇൻറ്റു പി കാണണം. 100 ഇൻറ്റു ഐ എന്ന് മേളിൽ കൊടുത്തു. ബാക്കി ഏത് ചോദിച്ചാലും 100 ഇൻറ്റു ഐ എന്ന് മേളിൽ കൊടുത്തു. പി ഒഴിച്ച് ബാക്കി ആരൊക്കെയാ? എന്നും ആറും താഴെ. കണ്ട, ഇനി എന്നെ കാണണം. 100 ഇൻറ്റു ഐ എന്ന് മേളിൽ കൊടുത്തു. എൻ ഒഴിച്ച് ബാക്കി ആരൊക്കെയാ? പി യു ആറും താഴെ. ഇനി 6 കാണണം. 100 ഇൻറ്റു ഐ എന്ന് മേളിൽ കൊടുത്തു. 6 ഒഴിച്ച് ബാക്കി പി യു എന്നും താഴെ. കണ്ട, ഇങ്ങനെ ആ ഇക്വേഷൻ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും ഈസി ആയിട്ട്. ഒന്നൂടെ, ഐ നമുക്കറിയാം എന്തുവാണ്? പി എൻ ആർ ബൈ 100. ബാക്കി എന്തും കാണാം. 100 ഇൻറ്റു ഐ എന്ന് മേളി പി കാണണം. ഒന്നുമില്ല, ഐ ഒഴിച്ച് ബാക്കി എന്തും 100 ഇൻറ്റു ഐ എന്ന് മേളി ബാക്കിയുള്ള എന്നു മാറും താഴെ. എന്നെ കാണണം. 100 ഇൻറ്റു ഐ എന്ന് മേളി കൊടുത്തു. ബാക്കി എൻ ഒഴിച്ച് ബാക്കിയുള്ള പി യു മാറും താഴെ. 6 കാണണം. 100 ഇൻറ്റു ഐ എന്ന് മേളി കൊടുത്തു. ബാക്കിയുള്ള പിയും എന്നും താഴെ. സെറ്റ്. മുമ്പോട്ട് വാ. അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചു. പി കാണാൻ 100 ഇൻറ്റു ഐ മേളിൽ ബാക്കിയുള്ള എന്നും ആറും താഴെ. 6 കാണാൻ 100 ഇൻറ്റു ഐ മേളിൽ ബാക്കിയുള്ള പിയു എന്നും താഴെ. എന്ന് കാണാൻ 100 ഇൻറ്റു ഐ മേളിൽ ബാക്കിയുള്ള പിയു മാറും താഴെ. ഓക്കെ ആണ്. അപ്പൊ ഇത്തരം കാര്യത്തിൽ നിങ്ങൾക്ക് ഇതുവരെ ഒരു ഡൗട്ട് ഇല്ല എന്ന് കരുതുന്നു. ഒന്നുകൂടെ കണ്ണടച്ച് ഇത്രയും നേരം ക്ലാസ് കണ്ടുകൊണ്ടിരുന്നവരൊന്ന് ആലോചിച്ച് നോക്കി. ആദ്യം ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ, ഐ ഈസ് ഈക്വൽ ടു സിമ്പിൾ ഇൻട്രസ്റ്റ് ഐ ഈസ് ഈക്വൽ ടു പി എൻ ആർ ഡിവൈഡഡ് ബൈ 100. ബാക്കി ഏതവനെയും കാണാം. 100 ഇൻറ്റു ഐ മേളിൽ കൊടുക്കുക. പി കാണാൻ 100 ഇൻറ്റു ഐ ബാക്കിയുള്ള 6 എന്നും താഴെ. എന്ന് കാണാൻ 100 ഇൻറ്റു ഐ മേളിൽ ബാക്കിയുള്ള പി യു ആറും താഴെ. 6 കാണാൻ 100 ഇൻറ്റു ഐ മേളിൽ ബാക്കിയുള്ള പി യു എന്നും താഴെ. ഓക്കെ ആണ്. അപ്പൊ ടൈപ്പ് നമ്പർ 1 എന്ന് ഹെഡിങ് കൊടുക്കുക. ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് 2400 രൂപയ്ക്ക് 2 വർഷത്തെ പലിശ 384 രൂപയായാൽ പലിശ നിരക്ക് എത്ര ശതമാനം? 2017 വന്ന ചോദ്യമാണ്. അപ്പൊ ഈ ചോദ്യം വായിക്കുന്ന കുറച്ചു പേരുടെയെങ്കിലും മനസ്സിൽ തോന്നും, എടാ ഏത് പലിശയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഇത് സാധാരണ പലിശയാണോ കൂട്ടുപലിശയാണോ? മക്കളെ, പ്രത്യേകിച്ച് ഒരു പലിശയും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല എങ്കിൽ, മെൻഷൻ ചെയ്യുന്നില്ല എങ്കിൽ അത് സാധാരണ പലിശയുടെ ചോദ്യമായിരിക്കും. കൂട്ടുപലിശയുടെ ചോദ്യമാണെങ്കിൽ നിങ്ങളോട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെ കൂട്ടുപലിശ എന്നെടുത്തു പറഞ്ഞിരിക്കും. ഇവിടെ ഒന്നുകൂടെ പറയുന്നു, പ്രത്യേകിച്ച് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പലിശയുടെ ചോദ്യം കണ്ടു, പ്രത്യേകിച്ച് ഏത് പലിശയാണ് എന്നതിനകത്ത് മെൻഷൻ ചെയ്യുന്നില്ല. ഉറപ്പിച്ചോണം, അത് സാധാരണ പലിശയായിരിക്കും. ഓക്കെ ആണ്. ഇനി ചോദ്യത്തിലേക്ക് വരാം. 2400 രൂപയ്ക്ക് 2 വർഷത്തെ പലിശ, സാധാരണ പലിശ 384 രൂപ, പലിശ നിരക്ക് കാണണം. മക്കളെ ശ്രദ്ധിക്കുക, പലിശ നിരക്കോ വർഷമോ കാണാനുള്ള നോർമൽ ചോദ്യങ്ങളാണെങ്കിൽ കഴിവതും ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കുറച്ചുകൂടെ വെട്ടാനൊക്കെ എളുപ്പമായിരിക്കും. ഒറ്റ സ്റ്റെപ്പിൽ ആൻസറും വീഴും. ഇക്വേഷൻ ഇല്ലാതെയും കൺസെപ്റ്റ് പ്രകാരം ഇത് ചെയ്യാം. ഞാൻ രണ്ടും കാണിക്കാം. നിങ്ങൾക്ക് ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അത് ചെയ്യാം. ഒന്നുകൂടെ പറയുന്നു, പലിശ നിരക്കോ വർഷമോ കാണാനുള്ള സാധാരണ പലിശയുടെ ചോദ്യമാണെങ്കിൽ, ഒന്നുകൂടെ, പലിശ നിരക്കോ വർഷമോ ആറോ എന്നോ കാണാനുള്ള ചോദ്യമാണെങ്കിൽ ഇക്വേഷൻ യൂസ് ചെയ്താൽ ഒരൊറ്റ സ്റ്റെപ്പിൽ കിട്ടും. അപ്പൊ ഇവിടെ നോക്കുക, പലിശ നിരക്കാണ് കാണണ്ടേ. മക്കളെ, 6 കാണണ്ടേ. 6 കാണാൻ നമുക്കറിയാം 100 ഇൻറ്റു ഐ ഡിവൈഡഡ് ബൈ ബാക്കിയുള്ള പിയും എന്നും താഴെ. അപ്പൊ 100 ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ പലിശ, ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യനിലുണ്ട് 384 ബൈ പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ മുതൽ ക്വസ്റ്റ്യനിലുണ്ട് 2400. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് വർഷം ക്വസ്റ്റ്യനിലുണ്ട് 2. വെട്ടാൻ പറ്റുന്നത് നമുക്ക് വെട്ടാം. ഈ പൂജ്യവും ഈ പൂജ്യവും ഈ പൂജ്യവും ഈ പൂജ്യോടെ പോയി. ഇനി 384 നമുക്ക്
2 കൊണ്ട് ഭാഗിക്കുമ്പോൾ, വെട്ടുകയെന്ന് പറഞ്ഞാൽ താഴെയും മേളിലും 384-നും 2ഉം 2 വെച്ച് വെട്ടുമ്പോൾ മേളിലും 192 ആവും, താഴെ 1 ആവും. 24ഉം 192 നമുക്ക് 24 കൊണ്ട് വെട്ടാം, 24 കൊണ്ട് വെട്ടാം, അല്ലെങ്കിൽ ഈ 12 കൊണ്ട് വെട്ടാം, നിങ്ങളുടെ സൗകര്യം. ഞാൻ 12 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 2 ആവും, 12 2 24. ഇവിടെ 1 12 12, ഇവിടെ 16 ആവും 72 വരുമ്പോൾ, അല്ലേ? ഇനി ഇതുകൂടെ വെട്ടിക്കളഞ്ഞ് നമുക്ക് പറയാം 18 നമ്മുടെ 8 ഉത്തരം എന്ന് പറയാം. 8% ഇവിടുത്തെ പലിശ നിരക്ക്. അപ്പൊ ഇക്വേഷൻ എങ്ങനെ? 100 into I divided by PN. 100 into I എന്ന് പറഞ്ഞാൽ പലിശ 384 ബൈ പി എന്ന് പറഞ്ഞാൽ മുതൽ 2400, N എന്ന് പറഞ്ഞാൽ വർഷം 2. അത് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും ഇവിടുത്തെ പലിശ നിരക്ക് 8%. സെറ്റാണ്, മുമ്പോട്ട് പോകാം. ഇനി ഞാൻ ശ്രദ്ധിക്കാം, എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ പറയാം. ഇത് ഇക്വേഷൻ ഇല്ലാതെ നമുക്ക് ചെയ്യാം, വേണ്ടാത്തവർ വിട്ടുതരും. മക്കളെ, ഇവിടെ 2 കൊല്ലത്തെ പലിശ 384. 2 കൊല്ലത്തെ പലിശ 384 ആണെങ്കിൽ 1 കൊല്ലത്തെ പലിശ 384/2 192 എന്ന് മനസ്സിലാവും. എങ്ങനെ? സാധാരണ പലിശ എപ്പോഴും ഒന്ന് തന്നെയാ. 2 കൊല്ലം കൊണ്ട് 384, 2 കൊല്ലം. അപ്പൊ 1 കൊല്ലം എല്ലാ വർഷവും ഒരുപോലെ 384/2 192. അപ്പൊ 2400 രൂപയ്ക്ക് 1 കൊല്ലത്തെ പലിശയാണ് 192. അപ്പൊ 2400-ന്റെ എത്ര ശതമാനമാണ് 192 എന്ന് ചെയ്തു നോക്കിയാലും നമുക്ക് ഉത്തരം കിട്ടും. എന്തുകൊണ്ടാ? 2400-ന് 1 കൊല്ലം 192 രൂപ പലിശ. 2400-ന്റെ എത്ര ശതമാനമാണ് 192 എന്ന് നോക്കിയാലും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. 192/2400 ഇൻറ്റു 100 ചെയ്താലും ഈ പറയുന്ന 8% വരാം. ഇങ്ങനെ 2 രീതിയിലും നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക്, ഞാൻ കഴിവതും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇക്വേഷനെ യൂസ് ചെയ്യാറുള്ളൂ. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതങ്ങോട്ട് ചെയ്യുക. ഒരു 2 ചോദ്യോടെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിൽ പൊളിയാവും. 500 രൂപയ്ക്ക് 2 വർഷം കൊണ്ട് 100 രൂപ പലിശ ലഭിച്ചാൽ പലിശ നിരക്ക് എത്ര എന്നതാണ് ചോദ്യം. അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാനുള്ള ഡയറക്റ്റ് ചോദ്യമാണ്. 100 into I divided by, നമുക്കറിയാം ബാക്കിയുള്ള പിയും എന്നും താഴെ. 100 into I എന്ന് പറഞ്ഞാൽ പലിശ 100 ബൈ പി എന്ന് പറഞ്ഞാൽ മുതൽ 500 ഇൻഡോ 6, N എന്ന് പറഞ്ഞാൽ 2 വർഷം. ഈ പൂജ്യവും ഈ പൂജ്യവും ഈ പൂജ്യവും ഈ പൂജ്യോടെ പോയി. 5 5, ഈ 5 10 20 100ഉം 5 5 കൊണ്ട് വെട്ടുമ്പോൾ 20/2. നമ്മുടെ ഉത്തരം 10%. സെറ്റാണ്, ഓപ്ഷൻ ഡി. മറ്റേ മെത്തേഡിൽ എങ്ങനെയാണെന്നും കൂടെ കാണിക്കാം. 2 കൊല്ലം കൊണ്ട് 100 രൂപ പലിശ കിട്ടും. അപ്പോൾ 1 കൊല്ലത്തെ പലിശ 100/2 50 മനസ്സിലാവും. 500 രൂപയ്ക്ക് 50 രൂപ പലിശ 1 കൊല്ലം. 500-ന്റെ എത്ര ശതമാനം? 50. വായിക്കുമ്പോൾ തന്നെ അറിയാം 500-ന്റെ 10% 50. അപ്പൊ 500 രൂപയ്ക്ക് 50 രൂപ പലിശ. അപ്പൊ 500-ന്റെ എത്ര ശതമാനമാണ് 50 എന്ന് നോക്കിയാലും നമുക്ക് ഈ പറയുന്ന 10% എന്ന് കിട്ടും. 2016 ഡിഗ്രി ലെവലിന് ചോദിച്ച ഒരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: ഒരാൾ ഒരു ബാങ്കിൽ 11,000 രൂപ നിക്ഷേപിക്കുന്നു. 11,000. 6 വർഷങ്ങൾക്കു ശേഷം 15,620 രൂപയായി തിരികെ ലഭിക്കുന്നു എങ്കിൽ പലിശ നിരക്ക് എത്ര എന്നതാണ് ചോദ്യം. ചെറിയൊരു ട്വിസ്റ്റ് ഈ ചോദ്യത്തിലുണ്ട്, ശ്രദ്ധിക്കണം മക്കളെ. പലിശ നിരക്ക് കാണാനുള്ള ഡയറക്റ്റ് ചോദ്യമാണ്. നമുക്കറിയാം 100 into I divided by PN. അപ്പൊ 100 into I-യുടെ സ്ഥാനത്ത് പലിശ. എന്നെ കണ്ടോണ്ടിരിക്കുന്ന കുറച്ചു പേരെങ്കിലും ഇപ്പോ
15,620 പലിശയുടെ സ്ഥാനത്ത് കൊടുക്കാൻ തുടങ്ങും. ചെയ്യരുത്. ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് പലിശ 15,620 രൂപ കിട്ടുന്നു എന്നല്ല പറയുന്നേ. ആണോ? ആലോചിച്ച് നോക്ക്. ഇവിടെ പറയുന്നത് ആലോചിച്ചേ, 11,000 രൂപ ഒരാൾ ഇട്ടു. 6 കൊല്ലം കഴിയുമ്പോൾ മുതലും പലിശയൂടെ ചേർത്ത് മുഴുവൻ തിരികെ ലഭിക്കുന്നതാണ് 15,620. കണ്ടോ? ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് പലിശ മാത്രം അല്ലെ, പലിശ 15,620 രൂപ കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്കത് ഇവിടെ ഇട്ട് കൊടുക്കാം. ഇവിടെ അതാണോ പറയുന്നത്? അല്ല. 11,000 രൂപ ഇട്ടു. 6 കൊല്ലത്തെ കാലാവധി കഴിഞ്ഞപ്പോ മുതലും എല്ലാം കൂടെ ചേർത്ത് 15,620 രൂപ ആയി. അപ്പൊ മുഴുവൻ കിട്ടിയതാണ് 15,620 രൂപ. ഇട്ട പലിശ 11,000, മുതൽ 11,000. അപ്പൊ ഇവിടുത്തെ പലിശ എത്രന്ന് ചോദിച്ചാൽ 15,620 നിന്ന് 11,000 പോയിട്ട് നമുക്ക് പറയാം 4,620 എന്ന് മനസ്സിലാവും. ഓക്കെ ആണോ? ഒന്നുകൂടെ, 11,000 രൂപ ഇട്ടു. 6 കൊല്ലം കഴിഞ്ഞപ്പോ 15,620 15,620 രൂപയായി. അപ്പം മുതൽ 11,000, മുതലും പലിശയൂടെ ചേർത്ത് മുഴുവൻ 15,620. അപ്പൊ പലിശ മാത്രം എത്രന്ന് ചോദിച്ചാൽ 11,000. 15,620 നിന്ന് മുതലായ 11,000 കുറച്ച് 4,620 എന്ന് മനസ്സിലാവും. ഇത് ഒരു ചെറിയ ട്വിസ്റ്റാണ് ഈ ചോദ്യത്തിലെ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം, 6 കാണാൻ 100 into I ഡിവൈഡഡ് ബൈ PN. 100 into I 4,620 ബൈ PN എന്ന് പറഞ്ഞത് മുതലാണ് 11,000 ഇൻറ്റു N എന്ന് പറഞ്ഞാൽ 6. ഓക്കെ ആണ്. വെട്ടാൻ പറ്റുന്നത് നമുക്ക് വെട്ടാം. ഈ പൂജ്യവും ഈ പൂജ്യവും, N എന്ന് പറഞ്ഞ വർഷം, അത് ക്വസ്റ്റ്യനിലുണ്ട് 6. ഈ പൂജ്യവും ഈ പൂജ്യവും ഈ പൂജ്യവും പോയി. മേളിൽ നിന്നും താഴെ നിന്നും നമ്മൾ 3 0 കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി 462 6 കൊണ്ട് പോകോ എന്ന് നമുക്ക് നോക്കാം. 462 6 462 6 കൊണ്ട് ഹരിച്ചാൽ 7 6 42 77 വരും. 77 11 കൊണ്ട് ഭാഗിച്ച് നമുക്ക് പറയാം 7% ഇവിടുത്തെ പലിശ നിരക്ക്. ഓപ്ഷൻ ഡി. ഒന്നൂടെ, 15,000 രൂപ ബാങ്കിലിട്ടു. 11,000 രൂപ ബാങ്കിലിട്ടു. 6 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇത് 15,620 രൂപയായി തിരികെ ലഭിച്ചു. അപ്പൊ ഇവിടുത്തെ പലിശ മാത്രം 15,620 നിന്ന് 11,000 പോയിട്ട് 4,620 ഇവിടുത്തെ പലിശ. പലിശ നിരക്ക് കാണാൻ 100 into I 4,620 ബൈ P എന്ന് പറയുന്നത് 11,000 ഇൻറ്റു N എന്ന് പറഞ്ഞാൽ വർഷം 6. ഈ പൂജ്യം ഈ പൂജ്യം ഈ പൂജ്യം ഈ പൂജ്യം ഈ പൂജ്യം ഈ പൂജ്യം പോയി. ഹായ്, നല്ല രസം. 462 6 വെച്ച് ഭാഗിച്ചാൽ മേളിൽ 77 ആവും. 77/11 നമുക്ക് പറയാം 7% സെറ്റാണ്. ഇനി ഇക്വേഷൻ ഇല്ലാതെ ചെയ്യുന്നവർക്കും കൂടെ വേണമെങ്കിൽ ഞാൻ ചുമ്മാ ഒന്ന് പറയാം, വേണ്ടാത്തവർ വിട്ടേക്ക്. ഇവിടെ 6 കൊല്ലത്തെ പലിശയാണ് 4,620 നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് 1 കൊല്ലത്തെ പലിശ 4,620 6 കൊണ്ട് ഭാഗിച്ച് 770 എന്ന് മനസ്സിലാവും. 11,000 രൂപയ്ക്ക് 770 രൂപ പലിശ കിട്ടും. അപ്പൊ ഇവിടുത്തെ പലിശ നിരക്ക് കാണാൻ 11,000 രൂപയ്ക്ക് 770 പലിശ. 11,000ന്റെ എത്ര ശതമാനമാണ് 770 എന്ന് കണ്ടെത്തിയാൽ മതി. അത് ചെയ്താലും നമുക്ക് 7% എന്ന് കിട്ടും. വേണ്ടാത്തവർ വിട്ടേക്കുക, ഇക്വേഷൻ യൂസ് ചെയ്യുക. അപ്പൊ നമ്മുടെ ടൈപ്പ് 1 കഴിഞ്ഞിരിക്കുകയാണ്. ടൈപ്പ് 1 ചെയ്യാനുള്ള 2 സ്റ്റെപ്പുകളും നിങ്ങളെയാണ് ഞാൻ പറഞ്ഞു. ഒന്നുകിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാനുള്ള ഡയറക്റ്റ് ചോദ്യമാണ് 100 into I ഡിവൈഡഡ് ബൈ PN എന്ന് ചെയ്യാം.
ഇനി അതല്ല മറ്റേ മെത്തേഡ് ഇപ്പോൾ ഓക്കെ ആണ്. അപ്പോൾ ടൈപ്പ് 2 എന്ന് എല്ലാവരും ഹെഡിങ് കൊടുക്കുക. ചോദ്യം ഇതാണ്: 4000 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 1000 രൂപ പലിശ കിട്ടാൻ എത്ര വർഷം എടുക്കും എന്നതാണ് ചോദ്യം. മക്കളെ, ഇത് വർഷം കാണാനുള്ള ചോദ്യമാണ്. നമ്പർ ഓഫ് ഇയേഴ്സ്, വർഷം n കാണാനുള്ള ചോദ്യമാണ്. ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞതുപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെ വർഷം കാണാനുള്ള ചോദ്യമാണെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷൻ ഇടുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ ആണ്. അപ്പൊ ഇവിടെ വർഷം കാണാനാണ് ചോദിച്ചേക്കുന്നത്. മക്കളെ, വർഷം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാൻ, വർഷം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ല, നമ്പർ ഓഫ് ഇയേഴ്സ് കാണാൻ, n കാണാൻ നമുക്കറിയാം 100 ഇൻറ്റു i മേളിൽ n ഒഴിച്ച് ബാക്കി PUR താഴെ. ഒന്നുകൂടെ n കാണാൻ 100 ഇൻറ്റു i, ബാക്കിയുള്ള PUR താഴെ. 100 ഇൻറ്റു i എന്ന് പറഞ്ഞാൽ പലിശ, ഇൻട്രസ്റ്റ് 1000. P എന്ന് പറഞ്ഞാൽ മുതൽ 4000. R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5%. ഓക്കെയാണ്. ഈ പൂജ്യവും ഈ പൂജ്യവും ഈ പൂജ്യവും ഈ പൂജ്യവും ഈ പൂജ്യവും ഈ പൂജ്യവും പോയി. ഇനി 100ഉം 5ഉം കൂടെ വെട്ടുമ്പോൾ ഇത് വെട്ടുമ്പോൾ 20 ആവും. 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് പറയാം വർഷം എന്ന് പറയുന്നത് 5 വർഷം. ഒന്നും കൂടെ വർഷം കാണാൻ 100 ഇൻറ്റു i ഡിവൈഡഡ് ബൈ PR. 100 ഇൻറ്റു i എന്ന് പറഞ്ഞാൽ പലിശ, ക്വസ്റ്റ്യനിലുണ്ട് 1000. P എന്ന് പറഞ്ഞാൽ മുതൽ, ക്വസ്റ്റ്യനിലുണ്ട് 4000. R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ നിരക്ക്, ക്വസ്റ്റ്യനിലുണ്ട് 5. 0 0 0 0 0 0 0 പോയി. ഇനി 100 5ഉം 5 കൊണ്ട് ഭാഗിച്ചാൽ ഇത് 20 ആവും. 20നെ 4 കൊണ്ട് ഭാഗിച്ച് നമുക്ക് 5% അല്ല, വർഷം ആയതുകൊണ്ട് 5 വർഷം എന്ന് നമുക്ക് പറയാം. ഒന്നുകിൽ ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇനി അതല്ല, അല്ലാതെ ചെയ്യുന്ന ഒരു മെത്തേഡൂടുണ്ട്, അതും കൂടെ ഞാനൊന്ന് പറയാം വെറുതെ. ഇവിടെ 4000 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 1000 രൂപ പലിശ കിട്ടാൻ എത്ര വർഷം എടുക്കും? മക്കളെ, 4000 രൂപയ്ക്ക് 5% ഒരു വർഷത്തെ പലിശ. അപ്പൊ 4000 രൂപയ്ക്ക് ഒരു വർഷത്തെ പലിശ കണ്ടെത്താം. വേണ്ടാത്തവർ ഇത് ശ്രദ്ധിക്കേണ്ട, പോട്ട്. 4000 രൂപയ്ക്ക് ഒരു വർഷത്തെ പലിശ എന്ന് പറഞ്ഞാൽ 4000 രൂപയ്ക്ക് 5% പലിശ, 4000ന്റെ 5%. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 200 രൂപയാണ് ഒരു വർഷത്തെ പലിശ എന്ന് മനസ്സിലാവും. എങ്ങനെ? 4000 രൂപയായാലും 5% പലിശ. അപ്പോൾ 4000ത്തിന് 5% പലിശ കിട്ടും. അപ്പൊ 4000ന്റെ 5% ഒരു വർഷത്തെ പലിശ. 4000ന്റെ 5%, 4000 ഇൻറ്റു 5/100 ചെയ്താൽ 200 ആണെന്ന് മനസ്സിലാവും. ഒരു കൊല്ലത്തെ പലിശയാണ് 200. അങ്ങനെയാണ് 1000 രൂപ എന്ന് പറയുന്നത് എത്ര കൊല്ലത്തെ പലിശയാ? സാധാരണ പലിശ എല്ലാ കൊല്ലവും ഒന്ന് തന്നെയാ. ഒരു കൊല്ലം 200, രണ്ടാം കൊല്ലം 400, മൂന്നാം കൊല്ലം 600, അങ്ങനെ 200 വെച്ച് 200 വെച്ച് 200 വെച്ച് 1000 ആവാൻ 1000/200 5 വർഷം എടുക്കും. ഇങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട്. ഒരു കൊല്ലത്തെ പലിശ കണ്ടുപിടിച്ചു 200, മൊത്തം 1000 രൂപ പലിശയുണ്ട്. 200 വെച്ച് 200 വെച്ച് 200 വെച്ച് 1000 ആവാൻ 1000/200 5 വർഷമെന്ന് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ട്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 3500 രൂപയ്ക്ക് 8% പലിശ നിരക്കിൽ 560 രൂപ പലിശ കിട്ടാൻ എത്ര വർഷം എടുക്കും? നമുക്ക് എല്ലാവർക്കും അറിയാം വർഷം കാണാൻ, n കാണാൻ. എന്തായാലും ഇക്വേഷന്റെ മുകളിൽ 100 ഇൻറ്റു i എന്നാ വരിക. ബാക്കിയുള്ള പിയും n ഒഴിച്ച് ബാക്കിയുള്ള PUR താഴെ. 100 ഇൻറ്റു i പലിശ 560 ബൈ P എന്ന് പറഞ്ഞാൽ മുതല് 3500 ഇൻറ്റു R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8.
ഈ പൂജ്യവും ഈ പൂജ്യവും ഈ പൂജ്യവും ഈ പൂജ്യത്തോടെ പോയി. ഉള്ള പൂജ്യങ്ങളെല്ലാം കൂടെ വെട്ടി നിരതരുത്. മേളിൽ എത്ര പൂജ്യമുണ്ടോ അതിനനുസരിച്ച് താഴെയൊന്നും പൂജ്യം, രണ്ടെണ്ണം മേളിൽ നിന്നും താഴെയൊന്നും. ഓരെട്ടെട്ട്, 8 7 56, അപ്പം 70 ആവും. മക്കളെ, നമുക്കെല്ലാവർക്കും അറിയാം 35ന്റെ ഇരട്ടിയാണ് 70. ഒരു 35 35 35 2 70. അപ്പൊ നമ്മുടെ ഉത്തരം 2 വർഷം എന്ന് കിട്ടും. സെറ്റാണ്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. അപ്പോ ചുമ്മാ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ ഇട്ട് കൊടുത്ത ഈസി ആയിട്ട് ആൻസറിലേക്ക് വരാം. ചോദ്യം 3 പോകുന്നു. ഈ ടൈപ്പിന്റെ ചോദ്യം ഇങ്ങനെയാണ്: 5000 രൂപയ്ക്ക് 4% പലിശ നിരക്കിൽ 2000 രൂപ സാധാരണ പലിശ കിട്ടാൻ എത്ര വർഷം എടുക്കും? വർഷം കാണാനുള്ള ഡയറക്റ്റ് ചോദ്യമാണ്. നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പൊ വർഷം കാണാൻ, എന്ന് കാണാൻ മക്കളെ 100 × I എന്ന് മേളിൽ കൊടുക്കുക. എന്നൊഴിച്ച് ബാക്കിയുള്ള പിയുമാറും താഴെ. 100 × I എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, നമുക്കറിയാം അത് 2000. പി എന്ന് പറയുന്നത് മുതല്, ക്വസ്റ്റ്യനിലുണ്ട് 5000. ഇൻറ്റു R എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക്, ക്വസ്റ്റ്യനിലുണ്ട് 4. ഈ പൂജ്യം ഈ പൂജ്യം ഈ പൂജ്യം ഈ പൂജ്യം ഈ പൂജ്യം ഈ പൂജ്യം ഈ പൂജ്യോടെ പോയി. ഇനി 200നെ 5 കൊണ്ട് ഹരിച്ചാൽ 5 5, I 4 20, 40 ആവും. 40നെ 4 കൊണ്ട് വെട്ടി നമുക്ക് പറയാൻ കഴിയും 10 വർഷം. സെറ്റാണ്. ഓപ്ഷൻ ഡി 10. ഇനി വേണ്ടാത്തവർ ശ്രദ്ധിക്കണ്ട, മറ്റേ മെത്തേഡിലൂടെ ഞാൻ ചുമ്മാ ഒന്ന് പറയാം. 5000 രൂപയ്ക്ക് 4% ഒരു വർഷത്തെ പലിശ. 5000 രൂപയ്ക്ക് 4% ഒരു വർഷത്തെ പലിശ. അപ്പോൾ ഒരു വർഷത്തെ പലിശ 5000 ഗുണം 4/100 ചെയ്താൽ നമുക്ക് മനസ്സിലാവും 200 രൂപ. ഒരു വർഷത്തെ പലിശ 200 ആണ്. അടുത്ത വർഷം വീണ്ടും ഒരു 200 ആയി 400 ആവും. അടുത്ത വർഷം വീണ്ടും ഒരു 200 ആവും, 600 ആവും. അങ്ങനെ 200 വെച്ച് 200 വെച്ച് 200 വെച്ച് 200 വെച്ച് 2000 രൂപ പലിശ കിട്ടാൻ 2000/200 നമുക്ക് പറയാം 10 വർഷം. ഓപ്ഷൻ ഡി. ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഇപ്പൊ 2 ടൈപ്പ് നമ്മൾ വളരെ വൃത്തിയായി, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയാലും വർഷം കാണാനായാലും ഡയറക്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇനി അതല്ലാതെ ചെയ്യാനുള്ള ഒരു പ്രോപ്പർ കൺസെപ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ടൈപ്പ് 3 പോവുകയാണ്. ഈ ടൈപ്പ് 3 പോകുമ്പോൾ ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നതിനേക്കാളും ഒരു പടിയും കൂടെ നിങ്ങൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആയിട്ട് ഇരിക്കണം. അങ്ങനെ പറയാൻ കാര്യം, അടുത്തതിന് ഞാൻ 2 മെത്തേഡ് പറയും. ഇക്വേഷൻ വെച്ചും പറയും, അല്ലാതൊരു കൺസെപ്റ്റും പറയും. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ചെയ്ത പോലെ ഒരു കൺസെപ്റ്റ് ഞാൻ പറയും. ആ കൺസെപ്റ്റ് നിങ്ങൾ ഇക്വേഷൻ വെച്ചും ചെയ്യാം, പക്ഷെ ആ കൺസെപ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും അറിയണം. കാര്യം ക്വസ്റ്റ്യൻ ഏത് ലെവലിൽ വന്നാലും ആ കൺസെപ്റ്റ് പ്രോപ്പറായി നമ്മുടെ മൈൻഡിലുണ്ടേ എവിടുന്നും നിങ്ങൾക്ക് ആൻസർ ഒപ്പിക്കാം. ആ കൺസെപ്റ്റിലാണ് കാര്യം. ഇക്വേഷൻ വെച്ചും ചെയ്യാം, പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്ന കൺസെപ്റ്റ് നല്ല രീതിയിൽ മൈൻഡിൽ ഉണ്ടാവണം. ഏത് ചോദ്യവും നിങ്ങൾക്ക് പൊളിയായിട്ട് കിട്ടും. ഞാൻ വീണ്ടും പറയുന്നു, ആ കൺസെപ്റ്റിലാണ് കാര്യം. ചോദ്യം ഇതാണ്. ടൈപ്പ് 3 എന്ന ഹെഡിങ് കൊടുക്കുക. ചോദ്യം ഇതാണ്: 12000 രൂപയ്ക്ക് 12% സാധാരണ പലിശ നിരക്കിൽ 3 വർഷത്തെ സാധാരണ പലിശ എത്ര എന്നതാണ് ചോദ്യം. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യം. സാധാരണ പലിശ കാണാനാണ് ചോദ്യം. കുഞ്ഞു സ്കൂളിൽ മുതലേ നമുക്കറിയാം പലിശ കാണാൻ I = PNR / 100. പണ്ട് മുതലേ അറിയാം പലിശ I = PNR / 100. പി എന്ന് പറയുന്നത് മുതല് ക്വസ്റ്റ്യൻ്റെ അകത്തിലുണ്ട് 12000 ഇൻറ്റു. എൻ എന്ന് പറയുന്നത് വർഷം 3 ഇൻറ്റു. R എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക് 12% / 100. ഈ പൂജ്യവും ഈ പൂജ്യവും ഈ പൂജ്യവും ഈ പൂജ്യവും പോയി. ഓക്കെ, 12 ×
120 ഗുണം 3 ഗുണം 12 നമ്മുടെ ഉത്തരം. 12 ഗുണം 12 144. 144 ഗുണം 3 ചെയ്ത് നോക്കാം, 432 വരും. ഈ 120ന്റെ പൂജ്യോടെ ചേർത്ത് 4320 നമ്മുടെ ഉത്തരം, ഓപ്ഷൻ ബി. അപ്പൊ ഇങ്ങനെയാണ് സാധാരണ പലിശ കാണാനുള്ള പ്രോപ്പർ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. I ഈസ് ഈക്വൽ ടു PNR ഡിവൈഡഡ് ബൈ 100. അതിൻ്റെ അകത്തിൽ വാല്യൂ ഇട്ട് നോക്കുമ്പോൾ പി സാധാരണ പലിശ എന്താണോ അത് നമുക്ക് കിട്ടും. ഇനി ഞാൻ പറയാൻ പോകുന്ന കൺസെപ്റ്റ് നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക. നോക്കിക്കോണേ മക്കളെ, നമ്മുടെ മുതൽ എന്ന് പറയുന്ന സാധനം എപ്പോഴും 100%. അതായത് നമ്മൾ ഇടുന്ന പ്രിൻസിപ്പൽ, നമ്മൾ ഇടുന്ന പൈസ, അല്ലെ നമ്മൾ ലോൺ എടുക്കുന്ന പൈസ, നമ്മുടെ മുതൽ എന്ന് പറയുന്ന സാധനം എപ്പോഴും 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 100%. മനസ്സിലുണ്ടാവണം. ഓക്കെ, ഇനി മുതൽ എപ്പോഴും 100%. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ അകത്ത് വാങ്ങിയ വില 100% എന്ന് പറയാറില്ലേ? അതുപോലെ നമ്മൾ ഇടുന്ന പൈസ, അല്ലെ നമ്മൾ ലോൺ എടുക്കുന്ന പൈസ, നമ്മുടെ മുതൽ എപ്പോഴും 100%. ഓക്കെ, ഇനി ഇവിടെ ഒരു വർഷത്തെ പലിശ എന്ന് പറയുന്നത് 12%. അപ്പൊ 3 വർഷത്തെ പലിശ എന്ന് പറഞ്ഞാൽ 12 ഗുണം 3 36% ഇവിടുത്തെ പലിശ. ഒന്നൂടെ, മുതൽ 100%. ഒരു വർഷത്തെ പലിശ 12% 3 വർഷത്തെ പലിശ 12 ഗുണം കാര്യം സാധാരണ പലിശ എല്ലാ കൊല്ലവും ഒന്ന് തന്നെയാണ്. ആദ്യത്തെ വർഷം 12, അടുത്ത വർഷവും 12, അങ്ങനെ 3 വർഷത്തെ പലിശ 12 ഗുണം 3 36%. മക്കളെ, ഒരു വർഷത്തെ പലിശ 12% 3 വർഷത്തെ പലിശ 36%. അപ്പൊ മക്കളെ മുതൽ ഇവിടുത്തെ 100%. അപ്പൊ മക്കളെ ഇവിടുത്തെ പലിശ എന്ന് പറയുന്നത് 36%. ഇനി ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. മുതലും പലിശയും കൂടെ ചേർന്ന് കിട്ടുന്ന തുക എന്ന് പറയുന്നത് 136%. ഇപ്പൊ കുറച്ചു പേര് ആലോചിക്കും, അതെന്തിനാണ് ഇപ്പൊ നമുക്കത് വേണ്ട, പക്ഷെ മുമ്പോട്ട് പോകുമ്പോൾ ഒക്കെ നമുക്ക് ആവശ്യം വരും. അതുകൊണ്ട് എല്ലാം ഞാൻ ഇതിന്റെ കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞ, മുതൽ 100%, പലിശ 36%, മുതലും പലിശയും കൂടെ ചേർന്നുള്ള ഫുൾ എമൗണ്ട്, ഫുള്ള് തിരികെ കിട്ടുന്നത് മക്കളെ ഏതൊരു സാധനം ബാങ്കിൽ ഇട്ടാലും തിരികെ കിട്ടുമ്പോൾ മുതലും കിട്ടും പലിശയും കിട്ടും. മുതൽ 100, പലിശ 36, മുതലും പലിശയും കൂടെ ചേർത്ത് ഫുൾ എമൗണ്ട് 136%. പഠിച്ചോ? അപ്പൊ മക്കളെ മുതൽ 100%, പലിശ 36%, മുതലും പലിശയോടെ ചേർത്ത് 136%. നിങ്ങൾ റഫ് പേപ്പറിൽ ഇങ്ങനെ എഴുതി നോക്കണം. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം പരീക്ഷയ്ക്ക് തരും, ഏതെങ്കിലും ഒരെണ്ണം നമ്മളോട് ചോദിക്കും. ഇവിടെ മുതൽ നമ്മളോട് പറഞ്ഞു 12,000. അപ്പം മുതൽ 100%, അത് നമ്മളോട് പറഞ്ഞു 12,000. പലിശ എത്രന്നാ ചോദിച്ചേ? പലിശ 36%. അതെത്രാടാ മോനെ എന്നതാണ് നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്ന. കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഒന്നൂടെ, ഇവിടെ നമുക്ക് മുതൽ തന്നു, പലിശ കാണണം. നമുക്കറിയാം മുതൽ എപ്പോഴും 100%. 100% മുതൽ ക്വസ്റ്റ്യൻ്റെ അകത്തിലുണ്ട് 12,000. പലിശയായ 36% എത്രാടാ എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഈ സാധനം നേരെ എടുത്ത് ക്രോസ് ചെയ്താലും നമുക്ക് ഉത്തരം കിട്ടും. ക്രോസ് ചെയ്യാനുള്ള എളുപ്പവഴി, ഇവിടെ 2, ഇവിടെ 1. 2 പേരോ ഏത് ക്രോസിങ്ങിൽ 2 പേരുള്ളത് ഗുണിക്കുക. ഇവിടെ 2, 36 ഗുണം 12,000 ഗുണിക്കുക. ഒരു സൈഡിൽ മിസ്സിങ് ഉള്ള ആള്, ഒരു സൈഡിലുള്ള ആള് താഴെ എഴുതുക, ഹരിക്കുക 100. ഇത് പോയി 36 ഗുണം 12 432. പിന്നെ ഒരു പൂജ്യോടെ ചേർത്ത് നമുക്ക് പറയാം 4320. ഈ കൺസെപ്റ്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ചതെന്ന്
വരും ദിവസത്തെ ക്ലാസ്സുകളിലൊക്കെ കാണുമ്പോൾ യോ ഇതായിരുന്നു എളുപ്പമെന്ന് നിങ്ങൾ പറയും. ഇപ്പം നിങ്ങളുടെ മൈൻഡിൽ ആ ഇക്വേഷൻ ഉണ്ടായിട്ട് കിട്ടിയില്ലേ, ഇനി എന്തിനാ വേറെ പഠിക്കുന്നേ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ പ്രയോജനപ്പെടും. ഒന്നുകൂടെ മക്കളെ, മുതലെന്ന് പറയുന്ന സാധനം എപ്പോഴും 100%. ഇവിടെ ഒരു വർഷത്തെ പലിശ 12%. അങ്ങനെയാണ് 3 വർഷത്തെ പലിശ 36%. മുതലും പലിശയൂടെ ചേർത്ത് ആകെ കിട്ടുന്ന തുക ഇവിടെ വേണ്ട എന്നാലും 136%. ഇതിലേതേലും ഒരെണ്ണം തരും, ഏതേലും ഒന്ന് ചോദിക്കും. ഇവിടെ നമ്മളോട് എന്തുവാ തന്നത്? മുതല് തന്നു. അപ്പൊ 100% മുതല് നമ്മളോട് പറയുന്നു 12,000. പലിശ ചോദിച്ചു, 36% പലിശ എത്ര? ക്രോസ് 36 ഗുണം 12,000 മുകളില് ബൈ താഴെ 100 ചെയ്തു നോക്കിയാലും 4,320 എന്ന് വരും. ഒരു 4-5 ചോദ്യം പല വെറൈറ്റികൾ നമ്മൾ ഇതിനകത്ത് ചെയ്യും, പൊളിയാവും. ചോദ്യം ഇതാണ്: 1000 രൂപയ്ക്ക് 10% സാധാരണ പലിശ നിരക്കിൽ 5 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ പലിശ ഇനത്തിൽ ലഭിക്കുന്ന തുക എത്ര എന്നതാണ് ചോദ്യം. അപ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ വെച്ച് ചെയ്യാം, എന്നാലും ഞാൻ ഈ കൺസെപ്റ്റ് പറയാം. മക്കളെ, മുതലെന്ന് പറയുന്നത് എപ്പോഴും 100%. ഇവിടെ പലിശ 10% എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഇവിടെ പലിശ 10%. ഇവിടെ അങ്ങനെ എത്ര വർഷമുണ്ട്? 5 വർഷമുണ്ട്. ഒരു വർഷം 10%. അങ്ങനെയാണ് 5 വർഷം 5 ഗുണം 10 10 10 5 ഗുണം 10 പലിശ എന്ന് പറയുന്നത് 50%. മക്കളെ, മുതൽ 100%, പലിശ 50%. അങ്ങനെയാണ് മുതലും പലിശയൂടെ ചേർത്ത് പിള്ളാരെ 150%. ഒന്നുകൂടെ പറയുന്നു, ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് തരും പരീക്ഷയ്ക്ക്. ഏതെങ്കിലും ഒരെണ്ണം നമ്മളോട് ചോദിക്കും. അതങ്ങട് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ പലിശയാണ് കാണണ്ടേ, പലിശ ഇനത്തിൽ ലഭിക്കുന്ന തുക. പലിശ മാത്രം കാണണം. മുതല് പറഞ്ഞു 1000. മക്കളെ, മുതല് 100%. അത് ക്വസ്റ്റ്യനിൽ പറയുന്നു 1000. പലിശ 50%. അതെത്രാടാ ഊവേ എന്നാണ് ചോദിച്ചേ. മുതല് പറഞ്ഞു, അപ്പൊ 100%-ന് നേരെ 1000. പലിശ കാണണം, 50%-ന് നേരെ എന്തു കുന്തം വരും? ഓക്കെ ആണ്. ഇത് നേരെ എടുത്ത് ക്രോസ് ചെയ്താൽ ഉത്തരവായി. ഇനി അത്യാവശ്യം ചിന്തിക്കുന്ന ആളുകള് ക്രോസ് ചെയ്യത്തൂടിയില്ല, സിമ്പിളായിട്ട് പറയും 100% 1000. അപ്പൊ 50% അതിന്റെ പകുതിയല്ലേ ഉള്ളോ? 500. ഇങ്ങനെ ഈസി ആയിട്ട് വരാം. ഇനി അതും അല്ലേ, 100 ഗുണം 10 1000. ഇതേ 10 തന്നെ താഴെ ഗുണിച്ചാൽ അപ്പ കാണാം അത്ഭുതം. 50 ഗുണം 10 500. ഇങ്ങനെ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല, വേണ്ട പോട്ടെ, ക്രോസ്. ഇവിടെ 2. 50 ഗുണം 1000. 2 പേരുള്ളത് മൂളി, ഒരാളുള്ളത് താഴെ 100. ഈ 0 ഈ 0 ഈ 0 ഈ 0 പോയി. 50 ഗുണം 10 ചെയ്യുന്നു. നമ്മുടെ ഉത്തരം സിമ്പിളായി കിട്ടുന്നു 500. ഓപ്ഷൻ ബി സെറ്റ്. ചോദ്യം ഇങ്ങനെയാണ്: 12,000 രൂപ 7% പലിശ നിരക്കിൽ 6 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ സാധാരണ പലിശയായി എത്ര രൂപ കിട്ടും എന്നതാണ് ചോദ്യം. ഒന്നുകിൽ നിങ്ങൾക്ക് I = PNR / 100 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ അകത്തിൽ I കണ്ടുപിടിക്കാം. ഇനി അതും അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക മക്കളെ. മുതലെന്ന് പറയുന്നത് എപ്പോഴും 100%. മുതല് 100%. ഇവിടെ 7% പലിശ നിരക്ക്. അതായത് ഒരു വർഷത്തെ പലിശ നിരക്കാണ് 7%. അങ്ങനെ 6 വർഷത്തെ പലിശ നിരക്കെന്ന് പറയുമ്പോൾ ഒരു വർഷം 7. അങ്ങനെ 6 വർഷം 7 7 7. അങ്ങനെ 6 വർഷം 7 6 42%. അപ്പം മക്കളെ, മുതല് 100%, പലിശ 42%. മുതലും പലിശയൂടെ ചേർത്ത് മുഴുവൻ കിട്ടുന്ന തുക 142%. ഇവിടെ നമുക്ക് ആവശ്യമില്ല, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. മുതല് 100%, പലിശ ഒരു വർഷം 7%,
അങ്ങനെ 6 വർഷം 7 6 42%. മുതലും പലിശയൂടെ ചേർത്ത് മുഴുവൻ കിട്ടുന്ന തുക 100 42 142%. മക്കളെ, ഇതിലേതേലും ഒരെണ്ണം നമുക്ക് തരും, ഒരെണ്ണം നമ്മളോട് ചോദിക്കും. ഇവിടെ മുതൽ നമ്മളോട് പറയുന്നു 12,000. അപ്പോഴേ നമ്മൾ മനസ്സിലോർക്കണം, എടാ മുതൽ 100%. ആ 100% ക്വസ്റ്റ്യനിലുണ്ട് 12,000. നമ്മളോട് പലിശയായി എത്ര കിട്ടുമെന്നാ ചോദിച്ചേ. പലിശ എടാ 42%. അതെത്രാടാവേ എന്നതാണ് ചോദ്യം. അപ്പൊ ഈ ചോദ്യം സിമ്പിളായി ഇത്രയേ ഉള്ളൂ. 100% 12,000 പലിശയായ 42% എത്ര? നേരെ ക്രോസ് ചെയ്യാം. ഇവിടെ 2 42 ഗുണം 12,000 ഡിവൈഡഡ് ബൈ 100. ഈ 0 ഈ 0 ഈ 0 ഈ 0 പോയി. 42 ഗുണം 12 എന്താണോ അതാണ് നമ്മുടെ ഉത്തരം. 120 എന്താണോ അതാ നമ്മുടെ ഉത്തരം. 42 ഗുണം 10 420. 42 ഗുണം 2 84. 420 84 ചേർത്ത് 504. 120ന്റെ ഒരു 0 ചേർത്ത് നമ്മുടെ ഉത്തരം 5040 എന്ന് നിസ്സംശയം പറയാം. ഓപ്ഷൻ സി. ഇനി ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ട്. 100 12,000 ആവാൻ 120 കൊണ്ട് ഗുണിക്കണം. ഇതേ 120 തന്നെ താഴെ ഗുണിച്ചാൽ 42 ഗുണം 120 540 എന്ന് കിട്ടും. ഇതെല്ലാരെയും കൊണ്ടും ചിന്തിക്കാൻ പറ്റണമെന്നില്ല, എല്ലായ്പ്പോഴും നടക്കണമെന്നുമില്ല. പക്ഷെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എപ്പോഴും നടക്കും. ഓക്കെയാണ്. അടുത്ത ചോദ്യം ഇതാ. 2,500 രൂപ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു. 6% സാധാരണ പലിശ കണക്കാക്കുന്ന ബാങ്ക് 2.5 വർഷത്തിന് ശേഷം എത്ര രൂപ പലിശ ഇനത്തിൽ കൊടുക്കും എന്നതാണ് ചോദ്യം. പലിശ ഇനത്തിൽ എത്ര കൊടുക്കും? പലിശ കാണാനുള്ള ചോദ്യമാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് സാധാരണ പലിശയുടെ ഇക്വേഷൻ I = PNR ഡിവൈഡഡ് ബൈ 100, അതിൻ്റെ അകത്തിൽ മുതലും എന്നും 6 ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി അതുമല്ല നമ്മുടെ കൺസെപ്റ്റ്. മക്കളെ, മുതലെന്ന് പറയുന്നത് എപ്പോഴും 100%. മുതൽ നമ്മൾ വായ്പ എടുത്ത മുതൽ 100%. ഇവിടെ ഒരു വർഷത്തെ പലിശ 2.5%. ഇവിടെ ഒരു വർഷത്തെ പലിശ 6%. അപ്പൊ 2.5 വർഷത്തെ പലിശ എത്രന്ന് ചോദിച്ചാൽ 6 ഗുണം 2.5. ഈ 2.5 നമുക്ക് 2.5 എന്ന് എഴുതിയ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. 6 ഗുണം 2.5 25 ഗുണം 6 ചെയ്താൽ 150 വരും. പിന്നെ ഒരു കാര്യം പോയിന്റിലുള്ള ഒരു സംഖ്യ ഗുണിക്കുക എന്ന് പറയുമ്പോൾ പോയിന്റ് ഇല്ലാതെ ഗുണിക്കുക. 25 ഗുണം 6 150. ഒരു സ്ഥാനം ഉണ്ട്, ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു. അപ്പൊ ഇവിടുത്തെ പലിശ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും 15%. ഈ 15% എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരോട് പറയാം, ഒരു വർഷത്തെ പലിശ 6%. അങ്ങനെ 2 വർഷത്തെ പലിശ 6 ഗുണം 2.5. ചിലർ 6 ഗുണം 2.5യുടെ സ്ഥാനത്ത് 2.5 എന്ന് എഴുതും. ഇനി 2.5 ഇങ്ങനെ എഴുതുന്നവരുണ്ട്, 6 ഗുണം 5/2. ഇത് 2.5 മിക്സഡ് മാറ്റിയ 5/2. ഇത് വെട്ടിക്കളഞ്ഞും നമുക്ക് 15% എന്ന് കിട്ടും. ഇനി അങ്ങനെ ഒന്നും ചിന്തിക്കാതെ സിമ്പിൾ ലോജിക്ക് പ്രകാരം ആലോചിക്ക്. ഒരു വർഷം 6%, 2 വർഷം 12%, 6. പിന്നെ ഒരു അര വർഷം കൂടെ ഉണ്ട്. ഒരു വർഷം 6, അര വർഷം 3. അങ്ങനെ 12 3 15% എന്ന് ഒപ്പിക്കാം. ഓക്കെയാണ്. അപ്പം മക്കളെ, മുതല് 100%, ഒരു വർഷത്തെ പലിശ 6%. അങ്ങനെ 2.5 കൊല്ലത്തെ പലിശ 6 ഗുണം 2.5 15% എന്ന് കിട്ടും. മുതല് 100%, പലിശ 15%. മുതലും പലിശയൂടെ ചേർത്ത് മുഴുവൻ 115%.
ഇതെന്തിനാ എപ്പോഴും എഴുതുന്നതെന്ന് ചിലർ ചിന്തിക്കും. 115 ഇവിടെ ആവശ്യമില്ലല്ലോ. ആവശ്യമില്ല, പക്ഷെ മുമ്പോട്ട് പോകുമ്പോൾ ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാം എഴുതി കാണിക്കുന്നത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതേണ്ട കാര്യമൊന്നുമില്ല, പഠിക്കാൻ എഴുതുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് വാ. നിങ്ങൾ മുതൽ തന്നാൽ 100% നേരെ എഴുതും. മുതൽ തന്നു 25,000. അപ്പം നമുക്ക് മനസ്സിലായി മുതൽ 100%. 100% നേരെ നമ്മൾ എഴുതി 25,000. നമ്മളോട് പലിശയാ ചോദിച്ചേ. പലിശ 15%. അതെത്രാടാ ഊവേ എന്നതാണ് ചോദ്യം. 100% 25,000 15% എത്രാടാ മോനെ എന്നതാണ് ചോദ്യം. ക്രോസ് ചെയ്യാം. ഇവിടെ 2. 15 ഗുണം 25,000. 2 എണ്ണം ഉള്ളത് മോളി, 1 എണ്ണം ഉള്ള 100 താഴെ. 0 0 0 0 താഴെ നിന്നും മേളിൽ നിന്നും 2 0 പോയി. 25 ഗുണം 15 ചെയ്യണം. 25 ഗുണം 10 250. 25 ഗുണം 5 125. അങ്ങനെ 375 വരും. ഈ പൂജ്യോടെ ചേർത്ത് നമ്മുടെ ഉത്തരം 3750 എന്ന് പറയാം. പെട്ടെന്നൊന്നുകൂടെ പിടിച്ച്. മുതൽ 100%, ഒരു വർഷത്തെ പലിശ 6%, അങ്ങനെ 2.5 വർഷത്തെ പലിശ എങ്ങനെയും ചെയ്യാം. 6 ഗുണം 2.5 15%. മുതൽ തന്നു 100% നേരെ 25,000. പലിശ കാണണം. 15% പലിശ. അതെത്രാന്ന് കണ്ടുപിടിക്കണം. ക്രോസ് ചെയ്താൽ ഈസിയായി ഉത്തരത്തിലേക്ക് നമുക്ക് ലാൻഡ് ചെയ്യാം. സെറ്റാണ് അടുത്ത ചോദ്യം. മക്കളെ, ഇതുവരെ നിങ്ങൾ ഇരുന്നതിനേക്കാളും കുറച്ചുകൂടെ കാര്യമായിട്ട് ശ്രദ്ധിക്കാം. 4% അർദ്ധവാർഷിക നിരക്കിൽ 5 വർഷത്തേക്ക് 5,000 രൂപ നിക്ഷേപിച്ചാൽ എത്ര രൂപ പലിശ കിട്ടും എന്നതാണ് ചോദ്യം. ശ്രദ്ധിക്കുക മക്കളെ, ഇതുവരെ ഉള്ളതിനേക്കാളും ഇവിടെ ഒരു അർദ്ധവാർഷിക നിരക്ക് എന്ന് പറയുന്ന സാധനം വന്നിട്ടുണ്ട്. മക്കളെ, പറയാനുള്ള കാര്യം നോട്ടിൽ എഴുതി വെക്കണം. സാധാരണ പലിശ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ 1 വർഷത്തേത്തിനാണ് ചെയ്യുന്നത്. അതായത് 1 വർഷത്തിലിട്ടാണ് നമ്മൾ എപ്പോഴും സാധാരണ പലിശ ചെയ്യുന്നത്. ഇപ്പോൾ കൂട്ടുപലിശയുടെ കേസിൽ അർദ്ധവാർഷികം വരുമ്പോൾ നമ്മൾ 2 സ്റ്റെപ്പൊക്കെ പഠിച്ചു. റേറ്റിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, വർഷത്തെ 2 കൊണ്ട് ഗുണിക്കണം. പാദവാർഷികം വരുമ്പോൾ റേറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, വർഷത്തെ 4 കൊണ്ട് ഗുണിക്കണം. ഇവിടെ അങ്ങനെ ഒന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. അതായത് അർദ്ധവാർഷികത്തിൻ്റെ ചോദ്യം വന്നാലും പാദവാർഷികത്തിൻ്റെ ചോദ്യം വന്നാലും നമ്മൾ എപ്പോഴും 1 വർഷത്തേതിലിട്ടാണ് ചെയ്യുന്നത്. മറന്നു പോകരുത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക മക്കളെ. അർദ്ധവാർഷികത്തിൻ്റെ ചോദ്യത്തിനെ വാർഷികമാക്കാൻ എപ്പോഴും വാർഷികമാക്കണം. × 2 ചെയ്യുക. പാദവാർഷിക നിരക്കിനെ വാർഷികമാക്കാൻ × 4 ചെയ്യുക. ഇത് രണ്ടും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൂട്ടുപലിശ പഠിപ്പിച്ചതാണ്. എന്നാലും ഒന്നുകൂടെ പറയുകയാണ്. അർദ്ധവാർഷികം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഹാഫ് ഇയർ എന്ന് പറയും. അർദ്ധവാർഷികം എന്ന് പറഞ്ഞാൽ 6 മാസത്തെ കണക്കാണ്, അല്ലെ അര കൊല്ലത്തെ കണക്കാണ്. 6 മാസം 4% 1 വർഷം 4 ഗുണം 2 8%. മനസ്സിലായോ? അർദ്ധവാർഷികം 5% 1 വർഷം 5 ഗുണം 2 10%. അതുകൊണ്ടാ പറയുന്നേ അർദ്ധവാർഷിക നിരക്കിനെ വാർഷികമാക്കാൻ 2 കൊണ്ട് ഗുണിക്കണം. പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ. അർദ്ധവാർഷികം ഇംഗ്ലീഷിൽ ഹാഫ് ഇയർലി എന്ന് പറയും. അർദ്ധവാർഷികം എന്ന് പറഞ്ഞാൽ 6 മാസത്തെ പലിശ നിരക്കാണ്, അല്ലെങ്കിൽ അര കൊല്ലത്തെ പലിശ നിരക്കാണ്. അര കൊല്ലത്തെ 1 കൊല്ലത്തിലാക്കിയേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പൊ × 2 ചെയ്യണം. ഇനി പാദവാർഷികം എന്ന് പറഞ്ഞാൽ പാദവാർഷികം ഇംഗ്ലീഷിൽ അവരെ ക്വാർട്ടർലി എന്ന് പറയും. പാദവാർഷികം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും 4 മാസം. അല്ല, ഞാൻ ഡീറ്റെയിൽ ആയി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 3 മാസമാണ് ഈ പാദവാർഷികം എന്ന് പറയുന്നത്.
അതായത് ഒരു വർഷം 12 മാസം, അർദ്ധവാർഷികം അതിൻ്റെ പകുതി 6 മാസം, പാദവാർഷികം അതിൻ്റെയും പകുതി 3 മാസം. മനസ്സിലായോ? ഒന്നുകൂടെ, അർദ്ധവാർഷികം 12 മാസം, ഒരു വർഷം വാർഷികം 12 മാസം, അർദ്ധവാർഷികം അതിൻ്റെ പകുതി 6 മാസം, പാദവാർഷികം അതിൻ്റെയും പകുതി 3 മാസം. പിന്നെ 4 മാസം ഒന്നും ചിന്തിക്കരുത്, 3 മാസം. അതായത് 1/4 കൊല്ലത്തെയാണ് പാദവാർഷികം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എപ്പോഴും സാധാരണ പലിശ വാർഷികത്തിൽ ഇട്ടാ ചെയ്യുന്നത്. പാദവാർഷിക നിരക്കിനെ വാർഷികമാക്കാൻ × 4 ചെയ്യണം. എന്തുകൊണ്ടാ × 4 ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരു വർഷത്തിൽ 4 പാദവാർഷികമുണ്ട്. 3 മാസം, 6 മാസം, 9 മാസം, 12 മാസം, 4 എണ്ണം. 1/4 കൊല്ലം, അരക്കൊല്ലം, 3/4 കൊല്ലം, 1 കൊല്ലം, 4 എണ്ണം. കണ്ടോ? അപ്പോ പാദവാർഷിക നിരക്ക് 5% വാർഷിക നിരക്ക് 5 × 4 20%. പാദവാർഷിക നിരക്ക് 8% വാർഷിക നിരക്ക് 32%. പാദവാർഷിക നിരക്ക് 3% വാർഷിക നിരക്ക് 12%. പാദവാർഷിക നിരക്ക് 11% വാർഷിക നിരക്ക് 44%. അപ്പൊ പാദവാർഷികത്തെ കുറിച്ച് നമ്മൾ പഠിച്ചതെല്ലാം ഒരു റൗണ്ട് ഒന്നുകൂടെ ഓർത്തു നോക്കിക്കേ. പാദവാർഷികം ഇംഗ്ലീഷിൽ ക്വാർട്ടർലി എന്ന് പറയും. പാദവാർഷികം എന്ന് പറഞ്ഞാൽ 3 മാസം, വാർഷികം 12, അർദ്ധവാർഷികം അതിന്റെ പകുതി 6, പാദവാർഷികം അതിന്റെ പകുതി 3. ഒരു വർഷത്തിൽ എത്ര പാദവാർഷികമുണ്ട്? 4 പാദവാർഷികമുണ്ട്. 1/4 കൊല്ലം, അരക്കൊല്ലം, 3/4 കൊല്ലം, 1 കൊല്ലം, 3 മാസം, 6 മാസം, 9 മാസം, 12 മാസം. പാദവാർഷികത്തെ വാർഷികമാക്കാൻ × 4 ചെയ്യണം. ഓക്കെ ആണ്. അപ്പോ ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. അർദ്ധവാർഷികമായാലും പാദവാർഷികത്തിന്റെ നിരക്കായാലും നമ്മൾ എപ്പോഴും വാർഷികത്തിൽ ഇട്ടായിരിക്കും ചെയ്യുന്നത്. വാർഷികമാക്കാൻ, അർദ്ധവാർഷികത്തെ വാർഷികമാക്കാൻ × 2 ചെയ്യണം. പാദവാർഷികത്തെ വാർഷികമാക്കാൻ × 4 ചെയ്യണം. ഇനി ഇതിലേക്ക് വാ. 4% അർദ്ധവാർഷിക നിരക്കിൽ. അപ്പോഴേ നമ്മൾ ആലോചിക്കുക, എടാ സാധാരണ പലിശ എപ്പോഴും വാർഷികത്തിലിട്ടാ ചെയ്യുന്നത്. അർദ്ധവാർഷിക നിരക്കാ 4%, വാർഷികമാക്കാൻ 4 × 2 8%. ഇനി നമ്മുടെ സീനിൽ ഈ 4% എന്ന് പറയുന്ന സാധനമേ ഇല്ല. എന്തേ ഉള്ളൂ? 8%. ആ പരിപാടി, ആ ഒരു സീൻ അവിടെ വെച്ചങ്ങ് തീർത്തു. 8% നിരക്കിൽ 5 വർഷത്തേക്ക് 5000 രൂപ നിക്ഷേപിച്ചാൽ എത്ര രൂപ പലിശ കിട്ടും? ഇനി വേണമെങ്കിൽ I = PNR / 100 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. പിക്കകത്ത് മുതൽ പ്രിൻസിപ്പിള്, N വർഷം, R-ന്റെ സ്ഥാനത്ത് എപ്പോഴും 1 വർഷത്തെ പലിശയെ കൊടുക്കാവൂ. 1 വർഷത്തെ പലിശ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതിലോട്ടൊന്നും പോവാതെ, മുതലെന്ന് പറഞ്ഞാൽ 100%, 1 വർഷത്തെ പലിശ 8%, അങ്ങനെ 5 വർഷത്തെ പലിശ 8 5 40%. മുതലും പലിശ ഇവിടെ ആവശ്യമില്ല, എന്നാലും 140%. മുതല് 100%, പലിശ 40%, മുതലും പലിശയും ചേർത്തുള്ള എമൗണ്ട് 140%. ഇവിടെ എന്തേലും തരും, എന്തേലും ചോദിക്കും. മുതല് തന്നു 5000, അപ്പോഴേ നമ്മൾ എഴുതും, എടാ മുതല് 100%, അതാണ് തന്നിരിക്കുന്ന 5000. പലിശ ചോദിച്ചു, എടാ പലിശ 40%, അതാണ് കാണണ്ടേ. 100% 5000 40% എത്രാടാ കുഞ്ഞെ? സിമ്പിൾ, ക്രോസ് ചെയ്യാം. 40 × 5000 / 100. 2 എണ്ണം ഉള്ളത് മുകളിൽ എഴുതണം, 1 എണ്ണം ഉള്ളവനെ താഴെ. 0 0 0 0 പോയി. 45 20 2000 എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഒരു വട്ടം കൂടെ പടയേന്ന് പിടിക്കും നിങ്ങളെല്ലാവരും. മക്കളെ, ചോദ്യം വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അർദ്ധവാർഷികത്തിന്റെ ചോദ്യമാ. നമ്മൾ ഒരിക്കലും അർദ്ധവാർഷികത്തിൽ സാധാരണ പലിശ ചെയ്യത്തില്ല. എപ്പോഴും 1 വർഷത്തിൽ വാർഷികമാക്കിയേ ചെയ്യൂ. 1 വർഷത്തെ പലിശയിലേക്ക് മാറ്റണം.
4% അർദ്ധവാർഷികം. ഇനി ഇവനെ വേണ്ട. വാർഷികം 8%. അർദ്ധവാർഷികത്തെ വാർഷികമാക്കാൻ × 2. ഇനി മുതലെന്ന് പറഞ്ഞാൽ 100%. ഒരു വർഷത്തെ പലിശ 8%. അങ്ങനെ 5 വർഷത്തെ പലിശ 8 × 5 40%. മുതലും പലിശയോടെ ചേർത്ത് 140%. മുതല് തന്നു 5000. 100% മക്കളെ 5000. പലിശ കാണണം 40% എത്ര? അപ്പൊ ഈ ചോദ്യം ഇത്രയേ ഉള്ളൂ. 100% 5000 40% എത്ര? ക്രോസ് ചെയ്യാം. നേരെ ക്രോസ് ചെയ്ത് ഉത്തരത്തിലേക്ക് വരാം. ഇനി ചിലരെ പെട്ടെന്ന് ചിന്തിക്കും 100 500 ആവാൻ 5. അപ്പം 100 5000 ആവാൻ 50 കൊണ്ട് ഗുണിക്കണം. ഇതേ 50 തന്നെ താഴെ ഗുണിച്ചാൽ അപ്പ കാണാം അത്ഭുതം 2000 എന്ന് നിസ്സംശയം പറയാം. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം ഇതാണ്. 2.5% പാദവാർഷിക നിരക്കിൽ ഒരു വർഷത്തേക്ക് 325 രൂപ നിക്ഷേപിച്ചാൽ എത്ര രൂപ സാധാരണ പലിശ കിട്ടും? അപ്പൊ ചോദ്യം വായിക്കുമ്പോൾ തന്നെ മനസ്സിലോർക്കണം, പാദവാർഷികത്തിന്റെ ചോദ്യം. നമ്മൾ സാധാരണ പലിശ എപ്പോഴും വാർഷികത്തിലേ ചെയ്യൂ. അർദ്ധവാർഷികമായാലും പാദവാർഷികമായാലും നമ്മൾ ആ നിരക്ക് വർഷത്തിലേക്ക് മാറ്റും. അപ്പോൾ അർദ്ധവാർഷിക നിരക്കിനെ വാർഷികമാക്കാൻ × 2, പാദവാർഷിക നിരക്കിനെ വാർഷികമാക്കാൻ × 4. ഇവിടെ പാദവാർഷിക നിരക്ക് തന്നു, നമ്മൾ കണ്ണും പൂട്ടി അവനെ മാറ്റി. 2.5%. അതിനെ വാർഷികമാക്കാൻ 2.5 × 4. 2.5 × 4 എന്ന് പറഞ്ഞാൽ 10%. ചിലർക്ക് ഈ ഫ്രാക്ഷൻ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. 2.5 എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 2.5. 2.5നെ × 4. 25നെ 4 ചെയ്യുമ്പോൾ 100. പോയിന്റ് ഇല്ലാതെ ഇവിടെ ഒരു സാധനം മാറ്റി ഉണ്ടാകൊണ്ട് ഇവിടെ ഒരു പോയിന്റ് ഇട്ട് 10% എന്ന് എഴുതാം. ഇനി അതല്ല, 2.5 നമുക്ക് ഇങ്ങനെ എഴുതാം. 5/2 ആണ് 2.5. മിക്സഡ് മാറ്റുമ്പോൾ × 4 ചെയ്താലും ഇത് വെട്ടിക്കളഞ്ഞ് നമുക്ക് 10% എന്ന് കിട്ടും. ഈ ഫ്രാക്ഷൻ കാണുമ്പോൾ ചിലർക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അതിനു വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അല്ലേ തന്നെ സിമ്പിളായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. 2.5 × 4. 2.5 × 2 ചെയ്താൽ 5 ആവും. 3 ആകുമ്പോൾ 7.5 ആവും. 4 ആകുമ്പോൾ 10 ആവും. 2.5 5 7 10. ഇങ്ങനെ വേണേലും ആലോചിക്കാം. അപ്പൊ ഒന്നുകൂടെ, അർദ്ധവാർഷിക നിരക്ക് 2.5 വാർഷികമാക്കാൻ × 4. 2.5യെ × 4 ചെയ്തു. 2.5 × 4 നമുക്ക് പറയാം 10%. ഇനി നമ്മുടെ സീനിൽ 2.5 ഇല്ല, പാദവാർഷികമില്ല. 10% നിരക്കിൽ ഒരു വർഷത്തേക്ക് 325 രൂപ നിക്ഷേപിച്ചു. സാധാരണ പലിശ എത്ര കിട്ടും? മക്കളെ, സാധാരണ പലിശ മുതൽ 100% ഇവിടെ ഒരു കൊല്ലത്തെ പലിശ 10%. ഒരു വർഷത്തേക്കിനായിട്ടത്, അതുകൊണ്ട് 10% മതി. 2 വർഷമായിരുന്നെങ്കിൽ 2 × 10 20% എന്ന് എഴുതിയേന്. 3 വർഷമാണ് 3 × 10 30% എന്ന് എഴുതിയേന്. ഇവിടെ ഒരു വർഷത്തെ പലിശ 10%. ഒരു വർഷത്തെ പലിശ 10%. നമ്മളോട് ഈ ചോദ്യം ഒരു വർഷത്തേക്കിനാണ് ഇടുന്നത്. അപ്പൊ പലിശ 10%. മുതൽ 100%, പലിശ 10%. മുതലും പലിശയൂടെ ചേർത്ത് 110%. ഇതിലേതേലും ഒരെണ്ണം തരും. മുതൽ തന്നു 325. അപ്പം മക്കളെ 100% 325. പലിശ കാണണം. പലിശ 10%. 100% 325. 10% എത്ര? ക്രോസ് ചെയ്യാം. ഇവിടെ 2. 10 × 325/100 പോയി. 320. ഏതൊരു സംഖ്യയെയും 10 കൊണ്ട് ഹരിക്കാൻ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. 32.5. അല്ലേ തന്നെ പെർസെൻറ്റേജ് നന്നായിട്ട് അറിയാവുന്നവർക്കറിയാം. 100% 325. 10% എന്ന് പറഞ്ഞാൽ ഒരു സാധനം മാറ്റി പോയിന്റ് ഇട്ട് 32.5. പെർസെൻറ്റേജിന്റെ ക്ലാസ് ഇരുന്നവർക്ക് അറിയാം. അപ്പൊ ഞാൻ ഒരു വട്ടം കൂടെ പറയും മക്കളെ. 2.5% ഇവിടെ പാദവാർഷിക നിരക്ക്. നമ്മൾ ചെയ്യുന്നത് എപ്പോഴും വാർഷികത്തിലാണ്.
2.5 പാദവാർഷികതയെ വാർഷികമാക്കാൻ 4 കൊണ്ട് ഗുണിക്കണം. 2.5 അല്ല 2.5 4 കൊണ്ട് ഗുണിച്ച് നമുക്ക് 10% ഒരു വർഷത്തെ പലിശ വാർഷിക നിരക്ക്. മുതൽ 100%. ഇവിടെ ഒരു വർഷത്തേക്കാണ് ഇതിടുന്നത്. ഒരു വർഷത്തെ പലിശ 10%. 2 വർഷമാണ് 20 ഇവിടെ ഒരു വർഷമുള്ളൂ 10%. മുതലും പലിശയോടെ ചേർത്ത് ഇവിടെ ആവശ്യമില്ല 110%. മുതല് തന്നു 100% തന്നു. മുതല് 325. പലിശ കാണണം. 10% പലിശ എത്ര? 100 325. 10 എത്രടാ? ക്രോസ് ചെയ്താൽ മതി. 32.5 എന്ന ഉത്തരത്തിലേക്ക് ഈസി ആയിട്ട് വരാം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 3 ടൈപ്പ് ചോദ്യങ്ങളാണ്. പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണെന്നും അതിന്റെ കൺസെപ്റ്റുകളും എല്ലാം ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കി. സാധാരണ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ I = PNR / 100. ഇനിയും I അല്ല, ഇൻട്രസ്റ്റ് അല്ല, വേറെ എന്ത് കുന്തം ചോദിച്ചാലും 100 × I എന്ന് മേളിൽ കൊടുക്കുക. P കാണാൻ 100 × I, ബാക്കിയുള്ള N R താഴെ. N കാണാൻ 100 × I, ബാക്കിയുള്ള P R താഴെ. R കാണാൻ 100 × I, ബാക്കിയുള്ള P N താഴെ. അത് വെച്ച് നമുക്ക് ചെയ്യാം. വർഷവും നമ്പർ ഓഫ് ഇയേഴ്സും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ആണെങ്കിൽ, വർഷവും പലിശ നിരക്കുമാണ്, ഇക്വേഷൻ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അതല്ലാത്ത മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ പലിശയുടെ ഒരു കൺസെപ്റ്റ് പഠിച്ചു. മുതലെന്ന് പറയുന്നത് 100%, 10% പലിശ നിരക്കിൽ എങ്കിൽ 5 വർഷം 50%, 3 വർഷം 30%. മുതലും പലിശയൂടെ ചേർത്ത് 100ഉം പലിശയൂടെ കൂട്ടി വെക്കണം. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് പഠിച്ചു. ആ കൺസെപ്റ്റ് മുമ്പോട്ടുള്ള യാത്രയിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനമാവും. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്തുകൊണ്ട് ആ കൺസെപ്റ്റിന്റെ ഗുണമെന്ന്. പിന്നെ നമ്മൾ പറഞ്ഞു അർദ്ധവാർഷികം എന്ന് പറഞ്ഞാൽ 6 മാസം അല്ലെ അര വർഷം. അർദ്ധവാർഷിക നിരക്കിനെ വാർഷിക നിരക്കാക്കാൻ × 2. പാദവാർഷികം എന്ന് പറഞ്ഞാൽ ക്വാർട്ടർലി 3 മാസം അല്ലെങ്കിൽ 1/4 വർഷം. ഒരു വർഷത്തിൽ 4 പാദവാർഷികങ്ങൾ ഉണ്ടായതുകൊണ്ട് പാദവാർഷിക നിരക്കിനെ വാർഷികമാക്കാൻ × 4. എപ്പോഴും നമ്മൾ വാർഷികത്തിലാണ് ചെയ്യുന്നത്. അർദ്ധവാർഷികത്തെ വാർഷികമാക്കാൻ × 2, പാദവാർഷികത്തെ വാർഷികമാക്കാൻ × 4. അങ്ങനെയും നമ്മൾ ചെയ്യും. അപ്പൊ ഇത്രയും നിങ്ങൾ കംപ്ലീറ്റ്ലി മനസ്സിലാക്കി പൂർണ്ണമായും സെറ്റാണെന്ന് കരുതുന്നു. സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതേപോലെ കുറേ ടൈപ്പുകളുമായി കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്, ജെറി.